ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടേം എക്സാം അഥവാ കൂട്ടുകാരുടെ ഓണ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം എക്സാം ആവാറായിട്ടുണ്ടല്ലോ. നമുക്ക് ഫസ്റ്റ് ടേം എക്സാമിനുള്ള ഒരു എക്സാം ആണ് ഉത്ഗ്രഥനം അഥവാ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് മക്കളെ ഇന്റഗ്രേഷൻ അഥവാ ഉത്ഗ്രഥനം എന്ന് പറയുന്ന സബ്ജക്ട്? ഒന്നുമില്ല, നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ മക്കളെ, കേരള പാഠാവലി ടെക്സ്റ്റ് പുസ്തകം, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാർക്ക് ഉത്ഗ്രഥനം എന്ന് പറയുന്ന എക്സാമിന് അഥവാ മക്കളുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന എക്സാമിന് ചോദിക്കേണ്ടായിരിക്കാം. ഓക്കെ, 2 ദിവസങ്ങളിലായിട്ടാണ് മക്കൾക്ക് ഈ ഒരു എക്സാം ഉണ്ടായിരിക്കുക കേട്ടോ. ഉത്ഗ്രഥനം 1ഉം ഉത്ഗ്രഥനം 2ഉം. ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുമ്പോൾ ഇന്റഗ്രേഷൻ 1, ഇന്റഗ്രേഷൻ 2 എന്ന് പറഞ്ഞിട്ട് 2 ദിവസങ്ങളിലായിട്ടാണ് മക്കളെ നമുക്ക് മലയാളം എക്സാം ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ കൂട്ടുകാർക്ക് ഫസ്റ്റ് എക്സാം എഴുതാനായിട്ട് പോവാണ് അല്ലേ. അപ്പം എങ്ങനെയാണ് കൂട്ടുകാർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും മക്കള് അത് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾ എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ അല്ല മക്കളെ, അപ്പൊ നോക്കിക്കേ, നമുക്ക് ആദ്യ ചോദ്യത്തിലോട്ട് പോവാം അല്ലെ. പ്രവർത്തനം 1 പട്ടം പട്ടം എന്നതാണ്. എന്താണ് മക്കളെ പ്രവർത്തനത്തിന്റെ പേര്? പട്ടം എന്നതാണ് കേട്ടോ. അതിന് മുന്നേ മിസ് ഒരു കാര്യം പറഞ്ഞോട്ടെ, മക്കൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ എല്ലാ എക്സാമിനും പോകുന്ന സമയത്ത് നിങ്ങളുടെ കളർ പെൻസിൽ, അതായത് ക്രയോൺസ് ആയിക്കോട്ടെ കളർ പെൻസിൽ ആയിക്കോട്ടെ എന്ത് തന്നെയായാലും മക്കൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. കാര്യം നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനും അതിന് ഈ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിറങ്ങൾ നൽകാനും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമുകളിൽ ചോദിക്കും. ഓക്കെ അല്ലേ മക്കളെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം തന്നെ ഇത്തരത്തില് നിറം നൽകാനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, വരയ്ക്കാം, നിറം നൽകാം, എഴുതാം. ഇവിടെ താഴെ നമുക്കൊരു ചിത്രം തന്നത് കണ്ടോ മക്കളെ? ആ ചിത്രം ആ കുത്തുകളിലൂടെ മക്കൾ എന്ത് ചെയ്യണം, വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം അതിന് നിറം നൽകണം. അതിനുശേഷം ഞാൻ ആര് എന്ന് പറഞ്ഞ തൊട്ടടുത്തൊരു ബോക്സ് തന്നത് കണ്ടോ മക്കളെ? ആ ബോക്സിനകത്ത് ആ ആളുടെ പേരും എഴുതണം. ഓക്കെ, ആദ്യം നമുക്ക് ആരാണ് എന്നറിയാനായിട്ട് ആ കുത്തുകളിലൂടെ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? മക്കൾ റെഡി ആണല്ലോ? അപ്പൊ മിസ് വരയ്ക്കാട്ടോ. കുത്തുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കേ മക്കളെ, മക്കൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കില്ലേ എന്തിന്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം? ഓക്കെ, അപ്പൊ മിസ് എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ കുത്തുകളിലൂടെ എന്ത് ചെയ്തു, ആ ഒരു ചിത്രം വരച്ചു. ഇതുപോലെ മക്കൾ വരയ്ക്കണം കേട്ടോ. അതിനുശേഷം നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതിന് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നിറം നൽകിയാലോ മക്കളെ? നമുക്ക് ആദ്യം ഒരു കളർ സെലക്ട് ചെയ്യാം അല്ലെ. നമുക്ക് യെല്ലോ കളർ സെലക്ട് ചെയ്താലോ മക്കളെ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, യെല്ലോ കളർ അല്ലെ, മഞ്ഞ കളർ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. യെല്ലോ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ചിത്രത്തിന്റെ മുകൾ വശം മിസ് എന്ത് ചെയ്യാണ്, ഇവിടെ മിസ് എന്ത് ചെയ്തു, യെല്ലോ കളറാണ് കൊടുക്കുന്നത്. മിസ് ചിത്രം വരച്ചപ്പോ ഏകദേശം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കല്ലോ എന്തിന്റെ ചിത്രമാണ് മക്കളെ? പറഞ്ഞേ, പട്ടമാണ് അല്ലെ. ഏതാണ്? പട്ടത്തിന്റെ ചിത്രമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ പട്ടത്തിന്റെ മുകൾ വശത്ത് മിസ് എന്ത് ചെയ്തു, യെല്ലോ കളർ കൊടുത്തു. ഇനി പട്ടത്തിന്റെ താഴെയുള്ള ആ ഒരു വാലിന്, അതായത് പട്ടത്തിന്റെ നൂലിന് നമുക്ക് നിറം നൽകണ്ടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു കളർ സെലക്ട് ചെയ്യാം. മിസ് ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് മിസ് എന്ത് ചെയ്തു, പട്ടത്തിന്റെ ഇവിടെ ഇങ്ങനെ വാലിനും ആ ഒരു കളർ കൊടുത്തു. ഓക്കെ, നോക്കിക്കേ മക്കളെ, ഭംഗിയായിട്ട് നമ്മൾ നിറം നൽകിയിട്ടില്ലേ? കൂട്ടുകാരൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് കളർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പട്ടത്തിന്റെ ചിത്രം കംപ്ലീറ്റ് ചെയ്ത് വരച്ചു, അതിന് നിറവും നൽകി. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, പട്ടം എന്നത് അവിടെ എഴുതണം. എങ്ങനെയാ മക്കൾ എഴുതുക? പട്ടം എന്ന് എഴുതാൻ മറന്നു പോയിട്ടുണ്ടോ? ആദ്യം ഏതക്ഷരം? പ എന്ന് എഴുതണം അല്ലെ. ഏതാണ്? പ. പ ടം ട ട. ടായുടെ കൂടെ ഏത് ചിഹ്നം? ചിഹ്നം. എന്താണ് വായിക്കുക? പട്ടം. നിർബന്ധമായിട്ട് മക്കൾ എഴുതി പഠിക്കണം കേട്ടോ. പട്ടം. പറഞ്ഞ മക്കളെ, പട്ടം. ഓക്കെയാണോ? ഓക്കെയാണോ മക്കളെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പട്ടത്തെ വരച്ചു, പട്ടത്തിന് നിറം നൽകി, പട്ടത്തിന്റെ പേരും എഴുതി. ക്ലിയർ അല്ലേ?
അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ ഇതാ കൂട്ടുകാർക്കായിട്ടൊരു ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, ഇനി മുതൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 610 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്ക് ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആവാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആപ്പ് ത്രൂ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. മറക്കണ്ട മക്കളെ, വെറും 610 രൂപയ്ക്കാണ് ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സുകൾ ലഭ്യമാവാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിന് ശേഷം മക്കൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിന് പുറമെ ഇംഗ്ലീഷ് കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും സംസാരിക്കാനൊക്കെ മക്കൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ ഇതാ 10 ദിവസത്തെ ഒരു വെക്കേഷൻ ക്ലാസ് കൂടി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ മക്കൾക്ക് വെറും 200 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ആ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം. ഇനി നോക്കിക്കേ മക്കളെ, നമുക്ക് രണ്ടാമത്തെ ഒരു പ്രവർത്തനത്തിലോട്ട് പോവാം. ചെടിയും പട്ടവും. എന്താ മക്കളെ പ്രവർത്തനത്തിന്റെ പേര്? ചെടിയും പട്ടവും. നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് ചെറിയൊരു സംഭാഷണമാണ് പൂർത്തീകരിച്ച് എഴുതാനായിട്ടുള്ളത്. ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ ചെടിയും അതുപോലെ തന്നെ ചെടിയിൽ കുടുങ്ങി കിടക്കുന്ന പട്ടവും തമ്മിലുള്ള ഒരു സംഭാഷണം. നോക്കിക്കേ മക്കളെ, നമ്മുടെ പട്ടം എന്ത് ചെയ്യായിരുന്നു? ഇങ്ങനെ പറന്നു പോവായിരുന്നു കേട്ടോ. പറന്ന് കുറേ ദൂരം ചെന്നപ്പോ എന്ത് ചെയ്തു? പട്ടത്തിന്റെ നൂലങ്ങ് പട്ടി. പട്ടം എന്ത് ചെയ്തു? നേരെ താഴെ വീണു. എവിടെ കുടുങ്ങി കിടക്കാണ്? ചെടിയിൽ കുടുങ്ങി കിടക്കാണ്. പട്ടത്തെ കണ്ട ചെടി എന്ത് ചെയ്തു? പട്ടത്തോട് ചോദിക്കുകയാണ്, നീ ആരാ? എന്താ ചോദിച്ചത്? നീ ആരാ എന്ന് ചോദിച്ചു അല്ലേ? ഒരിക്കലൂടെ പറഞ്ഞേ മക്കളെ, എന്താ ചോദിച്ചിട്ടുള്ളത്? നീ ആരാ എന്ന് ചോദിച്ചു അല്ലേ? അപ്പം എന്തായിരിക്കും മക്കളെ പട്ടം പറയാ? എന്തായിരിക്കും പട്ടം പറയാ? പറഞ്ഞേ. ഞാൻ പട്ടം. പറഞ്ഞേ മക്കളെ, എന്താണ്? ഞാൻ പട്ടം. ഞാൻ എന്നുള്ള വേർഡ് മക്കൾ എഴുതാൻ പഠിച്ചിട്ടില്ലേ? എങ്ങനെ എഴുതാൻ മക്കളെ? നോക്കിക്കേ, എഴുതി പഠിക്കുന്നുണ്ട് കൃത്യമായി. ഈ വാക്കുകളെല്ലാം മക്കൾ എഴുതാനായിട്ട് പഠിക്കണേ. ഞായുടെ കൂടെ ഇത് ചിഹ്നം ആ. അപ്പൊ എന്താണ്? ഞാൻ. നോക്കിക്കേ മക്കളെ, ഞാൻ പട്ടം അല്ലെ? പട്ടം നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തു പറഞ്ഞു? പട്ടം പറഞ്ഞു, ഞാൻ പട്ടം എന്ന് പറഞ്ഞു അല്ലേ? ചെടി എന്താ പട്ടത്തോട് ചോദിച്ചത്? നീ ആരാ എന്ന് ചോദിച്ചു അല്ലേ? അപ്പൊ പട്ടം എന്ത് പറഞ്ഞു? ഞാൻ പട്ടം എന്ന് പറഞ്ഞു. അപ്പൊ പട്ടത്തിനൊരു സംശയം, ഇതാരാണ് എന്നൊരു സംശയം. പട്ടവും എന്ത് ചെയ്യാണ്? ചെടിയോട് ചോദിക്കുകയാണ്, ആരാ നീ? എന്താ ചോദിക്കുന്നത്? ആരാ നീ? ഓക്കെ മക്കളെ, എങ്ങനെ എഴുതുക? ആരാ. രായുടെ കൂടെ ഏത് ചിഹ്നം? ആ ചിഹ്നം. ആരാ നീ. എന്താ ചോദിച്ചിട്ടുള്ളത്? ആരാ നീ എന്ന് നമ്മുടെ പട്ടം ചോദിച്ചു അല്ലേ? എന്താ ചോദിച്ചത്? ആരാ നീ എന്ന് ചോദിച്ചു. അപ്പം എന്തായിരിക്കും മക്കളെ നമ്മുടെ ചെടി മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? പറഞ്ഞേ, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഞാൻ ചെടി. എന്താ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഞാൻ ചെടി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലെ? ഞാൻ എന്നുള്ള വാക്ക് ഇപ്പൊ നമ്മൾ എഴുതില്ല മക്കളെ. എങ്ങനെയാണ്? ഞായുടെ കൂടെ ആ ചിഹ്നം ഞാൻ ചെടി. ചെടി എന്നിങ്ങനെ എഴുതാം മക്കളെ. ചായയുടെ കൂടെ ഏത് ചിഹ്നം? ചിഹ്നം ചെടി. ഡായുടെ കൂടെ ഏത് ചിഹ്നം? ഈ ചിഹ്നം. എന്താ വായിക്കുക? ഞാൻ ചെടി. ഓക്കെ ആണോ മക്കളെ? ഇനി നമുക്ക് അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള ഈ ഒരു സംഭാഷണം ആദ്യം മുതൽ വായിക്കാം. നമ്മുടെ ചെടി എന്താ ചോദിച്ചിട്ടുള്ളത്? നീ ആരാ? അപ്പൊ പട്ടം പറയാണ്, ഞാൻ പട്ടം. പട്ടം തിരിച്ചെന്ത് ചോദിച്ചു? ആരാ നീ? അപ്പൊ ചെടി എന്ത് പറഞ്ഞു? ഞാൻ ചെടി. ഓക്കെ ആണോ മക്കളെ? അപ്പം ഇതേ രീതിയിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അവര് തമ്മിലുള്ള ആ ഒരു സംഭാഷണം എഴുതി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലാസ് കഴിഞ്ഞ ശേഷം കൂട്ടുകാർ സ്വയം ആ ഒരു സംഭാഷണം എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണേ. ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോയാലോ മക്കളെ? പ്രവർത്തനം 3, പട്ടം കണ്ടത്. നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മുടെ പട്ടം എന്ത് ചെയ്യാണ്? അങ്ങ് മാനത്തോടെ ഉയർന്നങ്ങനെ പറക്കാണ് അല്ലെ? ആ സമയത്ത് അവൻ എന്ത് ചെയ്തു? താഴേക്ക് നോക്കി. താഴേക്ക് നോക്കിയ സമയത്ത് അവൻ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് മക്കളെ നമുക്ക് അവിടെ
ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെ കാഴ്ചകളാ കണ്ടിട്ടുള്ളത് നോക്കിക്കേ മക്കളെ. വലിയ മലകൾ കണ്ടിട്ടുണ്ട്, പിന്നെയോ മരങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വണ്ടികൾ റോഡിലൂടെ പോകുന്നുണ്ട്, പിന്നെയോ മക്കളെ അവിടെ ഒരു പുഴയുണ്ട്, പുഴയിൽ മീനുകളുണ്ട്, പിന്നെയോ മരത്തിൽ കിളികൾ ഇരിക്കുന്നുണ്ട്, പൂക്കളുണ്ട്. ഇങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമ്മുടെ പട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ മക്കൾ ചെയ്യേണ്ടത് ഇത്രയാണ്, ഈ ഒരു ചിത്രം നോക്കിയിട്ട് പട്ടം കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ എന്നുള്ളത് എഴുതാണ് വേണ്ടത്. ഓക്കെ അല്ല മക്കളെ, ഈ ഒരു പ്രവർത്തനം നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണല്ലോ. അതേ പ്രവർത്തനമാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എഴുതി നോക്കാം. മിസ് ഇവിടെ ആൻസർ 2 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നന്നായിട്ട് അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല നല്ല ഭംഗിയായിട്ടുള്ള വാക്യങ്ങളിൽ എഴുതാം. ഇനി ഒരു പക്ഷേ അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ കുറച്ച് പ്രയാസം, അതായത് എഴുതാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ അവർക്കും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിസ് എന്ത് ചെയ്യാം, ആൻസർ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യ സെറ്റ് ഉത്തരത്തിലേക്ക് പോവാം അല്ലെ. നോക്കിക്കേ മക്കളെ, പട്ടം പറന്നു, മലകളും പുഴകളും കണ്ടു, പുഴയിലെ മീനുകളെ കണ്ടു, മനോഹരമായ പൂക്കൾ കണ്ടു, ഉയരമുള്ള മലകൾ കണ്ടു, പച്ച നിറത്തിലുള്ള മരങ്ങൾ കണ്ടു, മരത്തിലെ കിളികളെ കണ്ടു, റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കണ്ടു, മനോഹരമായ വീടുകൾ കണ്ടു, കാടിന്റെ ഭംഗി കണ്ടു. കണ്ടോ മക്കളെ? അപ്പം ഇത്തരത്തില് വലിയ വലിയ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന കൂട്ടുകാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ചിത്രത്തിലെ ഓരോ കാഴ്ചകളും ഇതുപോലെ എഴുതാവുന്നതാണ്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? പട്ടം പറന്നു, മലകളും പുഴകളും കണ്ടു, പുഴയിലെ മീനുകളെ കണ്ടു, മനോഹരമായിട്ടുള്ള പൂക്കൾ കണ്ടു, ഉയരമുള്ള മലകൾ കണ്ടു, പച്ച നിറത്തിലുള്ള മരങ്ങൾ കണ്ടു, മരത്തിലുള്ള കിളികളെ കണ്ടു, റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കണ്ടു, മനോഹരമായ വീടുകൾ കണ്ടു, കാടിന്റെ ഭംഗി കണ്ടു. കണ്ടോ മക്കളെ? ഇത്രയും വലിയ വാക്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന കൂട്ടുകാർ എന്ത് ചെയ്യുക, അതേ രീതിയിൽ എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ല മക്കളെ? ഇനി ഒരു പക്ഷെ കുറച്ചൊക്കെ എഴുതാൻ പ്രയാസമൊക്കെ ഉള്ള മക്കൾ ഉണ്ടെങ്കിൽ മക്കൾ വിഷമിക്കേണ്ട, കൂട്ടുകാർക്കും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതാവുന്നതും ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. നോക്കിക്കേ മക്കളെ, പട്ടം പറന്നു, പട്ടം മല കണ്ടു, പട്ടം പുഴ കണ്ടു, പട്ടം മീനുകളെ കണ്ടു, പട്ടം പൂക്കൾ കണ്ടു, പട്ടം മരങ്ങൾ കണ്ടു, പട്ടം കിളികളെ കണ്ടു, പട്ടം വണ്ടികൾ കണ്ടു, പട്ടം വീടുകൾ കണ്ടു, പട്ടം കാട് കണ്ടു. കണ്ടോ മക്കളെ? ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് കുറച്ച് വാക്കുകൾ പഠിച്ചിരിക്കുക. അതായത് കണ്ടു എന്നുള്ള വാക്ക് നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, എഴുതാനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ പട്ടം എന്നും എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ മക്കൾ പഠിക്കേണ്ട കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ് മക്കളെ മല, അതുപോലെ തന്നെ പുഴ, പിന്നെയോ കിളി, പിന്നെ വീടൊക്കെ നമ്മൾ പഠിച്ചതല്ലേ മക്കളെ, വീട്, കാട്, വണ്ടി. ഇങ്ങനെ കുറച്ച് വാക്കുകൾ എന്ത് ചെയ്യാം, മക്കൾ അങ്ങ് എഴുതാൻ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് എന്ത് പഠിക്കുക, കണ്ടു എന്ന് എഴുതാനും പട്ടം എന്ന് എഴുതാനും ആദ്യം പഠിക്കുക. പിന്നെയോ മല, പുഴ, കിളി, വീട്, കാട്, വണ്ടി തുടങ്ങിയിട്ടുള്ള കുറച്ച് കുറച്ച് മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന വാക്കുകൾ എന്ത് ചെയ്യാം, മക്കളൊന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് എഴുതി കൂടെ, പട്ടം മല കണ്ടു, പട്ടം പുഴ കണ്ടു, പട്ടം കാട് കണ്ടു, പട്ടം വീട് കണ്ടു. മനസ്സിലായോ മക്കളെ? മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ കുറച്ച് വാക്കുകൾ ഈ മിസ് പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളെങ്കിലും മക്കൾ എഴുതാൻ പഠിച്ചെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇതുപോലെ പട്ടം കണ്ട കാഴ്ചകളോ മറ്റോ എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ മിസ് പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യം കുറച്ച് കാഴ്ചകൾ, ഈ പുഴ, വീട്, കാട്, വണ്ടി തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ എഴുതാനായിട്ട് നിർബന്ധമായിട്ട് മക്കൾ പഠിക്കണം. ഓക്കെ, പിന്നെ പട്ടം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിന്റെ കൂടെ എന്ത് ചെയ്യുക, കണ്ടു എന്നുള്ള വാക്കും കൂടി പഠിക്കാം. എങ്കിൽ കൂട്ടുകാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ മക്കൾക്ക് എഴുതാനായിട്ട് പറ്റും.
ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതുപോലെ നമുക്ക് ഇത്തരത്തിൽ വലിയ വലിയ വാക്യങ്ങൾ എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. മിക്കപ്പോഴും നമുക്ക് ഇതുപോലെ പട്ടം കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചിത്രം തന്നിട്ട് ചിത്രത്തിൽ മക്കൾ കാണുന്ന കാഴ്ചകൾ എഴുതാനൊക്കെയാണ് പറയാറുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ മക്കൾ ചെയ്യല്ലോ. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓരോ വാക്കുകളും എങ്ങനെയാണ് എഴുതുക, ഏതൊക്കെ അക്ഷരങ്ങളും ചിഹ്നങ്ങളുമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മക്കൾ നോക്കി വെക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പാർട്ട് 2 നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം.